Boche Gold and Diamonds. Buy now, pay later. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷ് ആക്രമിക്കപ്പെട്ട കേസിൽ കീഴടങ്ങിയ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ നിലവിൽ 5ാം പ്രതിയാണ് കവളപ്പാറ കാരക്കാട് ചീനിക്കുന്നത്ത് രാകേഷ്. അക്രമത്തിന് പ്രേരണ നൽകിയെന്നാരോപിച്ചാണ് രാകേഷിനെതിരെ കേസ്. അക്രമത്തിന് പിന്നാലെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കുന്നതുവരെ CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു രാകേഷ്. ഷൊർണൂർ ഗണേഷ് ഗിരിയിൽ ഡിവൈഎഫ്ഐ നടത്തിയ പഞ്ചഗുസ്തി മത്സരം ഉദ്ഘാടനം ചെയ്തത് സംബന്ധിച്ച് രാകേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ വിനേഷ് ഇട്ട കമന്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് കേസ്. ആക്രമണത്തിൽ രാകേഷിന് നേരിട്ട പങ്കാളിത്തമില്ലെങ്കിലും പ്രേരണയിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ നേരത്തെ ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു പനയൂർ തോട്ടപ്പള്ളിയാലിൽ വിനേഷിനു നേരെ വാണിയംകുളത്തും പനയൂരിലും വെച്ച് ആക്രമണം. വിനേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാകേഷ് ഷൊർണൂർ പോലീസിൽ കീഴടങ്ങിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.